എന്റെ പേര് റസൽ മരക്കാർ. 2022-24 UPS ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. എല്ലാ ടൈപ്പുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. നല്ല പഠിക്കുന്നവരുണ്ടാവും, മീഡിയം പഠിക്കുന്നവരുണ്ടാവും, കുറച്ച് പുറകിലോട്ടുള്ളവരുണ്ടാവും. പക്ഷെ ക്ലാസിന്റെ അകത്ത് നിങ്ങളൊരു നല്ലൊരു പഠിക്കുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. കൺസിസ്റ്റന്റ് ആയിരിക്കും. അല്ലാതെ എഫിഷ്യൻസി ഇപ്പം ഒരു ദിവസം കുറെ പഠിച്ച് പിറ്റേ ദിവസം റെസ്റ്റ് എടുത്ത് അതിൽ കാര്യമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. പലർക്കും പല മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ ഇന്നിപ്പോ നല്ല എഫിഷ്യന്റ് ആയിരിക്കണം, ഇന്ന് ഞാൻ ഫുള്ള് പഠിക്കും, ഇന്ന് രാത്രി 2 മണി വരെ ഇരിക്കും, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. പിറ്റേന്ന് ഇതേപോലെ ഒരു 10 മണി ഉറക്കം വരും. പക്ഷെ അതേ സമയം നിങ്ങളൊരു 11 മണി വരെ ഡെയിലി കോൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ രാത്രി ഒരു 7 to 11 ഒരു 4 മണിക്കൂർ, രാവിലെ 1 മണിക്കൂറും 5 മണിക്കൂർ ഇസ് മോർ ദാൻ ഇനഫ്. ഒരു ദിവസം നിങ്ങള് ഡെയിലി ഒരു 5 മണിക്കൂർ, പിന്നെ ഇവിടെ വരുന്ന ടൈമോ 11 to 12 hours നിങ്ങളെ 24 hours അത് മതി നിങ്ങൾക്ക് ജെയ് മെയിൻ അഡ്വാൻസ് ഏത് എക്സാമിന് വേണ്ടി ക്രാക്ക് ചെയ്യാറ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. എൻട്രൻസിന് വേണ്ടി പഠിക്കുക, ജെയ് മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കുക, ജെയ് അഡ്വാൻസ്ഡ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണതും കോളേജിൽ കയറുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആവും. ഇവിടെ നിങ്ങളിപ്പോ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു ജയില് പോലെ ആവും കുറച്ചൊക്കെ. അത് നല്ലതാണ് നിങ്ങൾക്ക്, കാരണം നമ്മളൊക്കെ ഇത് അനുഭവിച്ചു തന്നെയാണ് പോയത്. അനുഭവിക്കാൻ രസമാണ് ഹോസ്റ്റല്. നിങ്ങളിപ്പം സ്ട്രിക്റ്റ് ആണെങ്കിലും ഒരു ഹോസ്റ്റൽ ലൈഫ് രസമാണ്. നമ്മളെ ജീവിതത്തിൽ രണ്ടു വർഷം ഇങ്ങനെ കുറച്ചൊരു അടക്കം ചിട്ടൊക്കെ ഉള്ളത് നല്ലതാണ്. ചിലപ്പോൾ ചൂടൊക്കെ ആവും. എനിക്ക് കുറെ കേട്ടിക്കിടെ, എനിക്ക് കുറെ ചീത്തൊക്കെ കേട്ടിക്കിടെ. പക്ഷെ നമ്മൾ ആ ഒരു സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് തന്നെ പോവുക. അതിൽ തളരാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കച്ചവടം കളിച്ച ചീത്തൊക്കെ പറയാ, സ്നേഹത്തിന്റെ പുറത്താണെന്ന് മനസ്സിലാക്കുക.